കെ ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കും. ഇന്ന് ചേർന്ന സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. തളിപ്പറമ്പിൽ പി.കെ. ശ്യാമള സ്ഥാനാർത്ഥിയാകും. രക്തസാക്ഷി ഫണ്ട് വിവാദമുണ്ടായ പയ്യന്നൂരിൽ ടി. മധുസൂദനൻ തന്നെ മത്സരിക്കും. ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് പേരാവൂരെന്ന് കെ ശൈലജ പ്രതികരിച്ചു. പാർട്ടി സെക്രട്ടേറിയറ്റ് നാളെയുണ്ട്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. 8-ാം തീയതിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. പേരാവൂർ ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കും. അപ്പോൾ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന മണ്ഡലമാണ് പേരാവൂർ. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, പേരാവൂരിൽ ഇനി നടക്കാൻ പോകുന്നത് ഒരു വമ്പൻ പോരാട്ടമാണ് എന്നതിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ കെ ശൈലജ സ്ഥാനാർത്ഥിയായി എത്തുന്നു. വലിയ ആത്മവിശ്വാസം കെ ശൈലജ പ്രകടിപ്പിക്കുന്നുണ്ട്. സിപിഎമ്മിനുണ്ട് അല്ലേ? ആര്യ, തീർച്ചയായിട്ടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും CPIM ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് പോലും കരുതിയിരുന്ന കെ ശൈലജ ടീച്ചർ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഇന്ന് ചേർന്ന കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പേരാവൂരിൽ കെ ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുന്നതിൽ ഒരു ധാരണയിലെത്തിയത്. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് അന്തിമമായി ചർച്ച ചെയ്യുകയും പിന്നീട് സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് വിശദമായി ചർച്ചക്കെടുക്കുകയും ചെയ്ത ശേഷമായിരിക്കും ഇതൊരു പ്രഖ്യാപനത്തിലേക്ക് പോവുക. 8-ാം തീയതിയാണ്, അതായത് ഞായറാഴ്ചയാണ് CPIMന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സ്വാഭാവികമായും കെ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നേരത്തെ കെ ശൈലജ ടീച്ചർ പ്രതിനിധീകരിച്ചിരുന്നത് മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. എന്നാൽ മട്ടന്നൂരിൽ പാർട്ടിയുടെ ഉറച്ച സീറ്റ് എന്ന രീതിയിൽ അവിടെ ഒരു പുതു സ്ഥാനാർത്ഥി വേണം. കാരണം ടേം വ്യവസ്ഥ ഉൾപ്പെടെ കൊണ്ടുവന്ന് പുതുമുഖങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുന്ന ഒരു പാർട്ടിയായി CPIM പൊതുവെ കല്യാടാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.